അതിരാവിലെ സമയം ഏതാണ്ട് 10:41. ഇവനെന്താ സ്കൂളിൽ പോകാത്തത് എന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. അതിനുള്ള മറുപടി അവൻ തന്നെ പറയട്ടെ. എന്താ സ്കൂളിൽ പോവാഞ്ഞേ? നിന്റെ എവിടെ ചോമ? ചിരിക്കുന്ന ചോമിച്ച ശരി. ഏതാണ്ട് ഉച്ചയോടെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ മീറ്റിങ്ങിന് ഞാനും ബീവിയും കൂടെ മങ്കൂശനും ആദ്യമായി ഗോകുലമാളിലേക്ക് പോവാണ്. ആ സമയത്തൊക്കെ ബീവിയും മങ്കൂശനും പോസ്റ്റായിരുന്നു. ചുമ കാരണം സ്കൂളിൽ പോവാതിരിക്കുന്നവനെ ഗോകുലമാളിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിയൊരു പ്ലാനിലെത്തി. ഇന്ന് മങ്കൂശൻ്റെ ആദ്യത്തെ സിനിമ തന്നെ ആവട്ടെ. അങ്ങനെ നേരെ സിനിപോളിസിലേക്ക് കടന്നു. ഞാൻ എവിടേക്കാണ് പോണത് എന്ന് പോലും അറിയാതെ കണ്ണുരുട്ടിയിരിക്കുകയാണ് നമ്മുടെ കാശിപ്പെണ്ണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നു, ആശകളായിരം ഒരു ഫാമിലി എൻ്റർടൈനറാണ് എന്ന്. പടം കൊള്ളാം. പിന്നെ മങ്കൂശൻ വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ വൈകുന്നേരത്തോടെ നേരെ വീട്ടിലെത്തി. അവിടുന്ന് ആദ്യം പോയത് 2 ആഴ്ചയായിട്ട് കൂടെ ഇല്ലാത്തൊരു കൂട്ടുകാരനെ തേടിയാണ്. സർവീസൊക്കെ കഴിഞ്ഞ് കണ്ടീഷനായെങ്കിലും മേലാസകലം പൊടിയായിട്ടാണ് മൂപ്പരിയ്ക്കുന്നത്. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നല്ലൊരു വാട്ടർ സർവീസിന് തന്നെ കൊണ്ടുപോയി. ഒറ്റ നോട്ടത്തിലൊന്ന് പറഞ്ഞ് കണ്ടാ തോന്നോ 23 വയസ്സുള്ള ഒരു യുവാവാണെന്ന്. ഇപ്പോഴും അവൻ്റെ ടാങ്കിനടുത്തുനിന്ന് ചെവിയോർത്താൽ കേൾക്കാം ഡെഫിനറ്റ്ലി മെയിൽ എന്ന് പറയുന്നത്. അങ്ങനെ അവനെയും കൂട്ടി പെട്രോൾ അടിക്കാൻ പോയി. പക്ഷേ നാളെ പണിമുടക്കായതുകൊണ്ട് അവിടെ മുഴുവൻ വണ്ടികളാണ്. സോ അവനെ അടുത്തൊരു ബസ് സ്റ്റോപ്പിൽ നിർത്തി ഞാൻ നടക്കാൻ പോയി. ഏതാണ്ട് ഒരു 1.5-2 മണിക്കൂറോളം നടന്നു. കൃത്യമായി പറഞ്ഞാൽ 13,008 അടി. അങ്ങനെ നടന്ന് ചെക്കൻ്റെ അടുത്തെത്തി അവനെയും കൂട്ടി വീട്ടിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു.